നമ്മളൊരു വ്യക്തിക്ക് ഒരു എമൗണ്ട് കടമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ലോണായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ വരെ കൊടുക്കാൻ പറ്റുമെന്ന് അറിയോ? 20,000 രൂപ വരെയാണ് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് എത്രയും കൊടുക്കാം. പക്ഷേ 20,000 രൂപ വരെ ക്യാഷ്, ബാക്കിയുള്ള എമൗണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ വരേണ്ടത് ബാങ്ക് ത്രൂ ആയിരിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ആ എമൗണ്ട് അവർ തിരിച്ചു തരാതിരിക്കുകയോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യുമ്പം നമുക്ക് കോടതി വഴിയോ അല്ലെങ്കിൽ ലീഗലി അവർക്കെതിരെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബാങ്ക് ത്രൂ ആയിരിക്കണം ആ മോഡ് ഓഫ് ഓപ്പറേഷൻ വന്നിട്ടുള്ളത്. നിങ്ങളൊരു വ്യക്തിക്ക് ഒരു 10,00,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ട് ആ എമൗണ്ട് കിട്ടാത്തപ്പം അത് നിങ്ങൾ കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ആ എമൗണ്ട് നിങ്ങൾക്ക് വിധിക്കില്ല. കാരണം ഐ.ടി ആക്ട് പ്രകാരം 269 പ്രകാരം അപ് ടു 20,000 വരെ ക്യാഷ് ആയിട്ട് കൊടുക്കാനുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് എങ്ങനെ കൊടുക്കണം? 20,000 മുകളിൽ നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്താന്നുണ്ടെങ്കിൽ അത് ഫുള്ള് ബാങ്ക് ത്രൂ ആയിരിക്കണം എന്ന് റൂൾ ഉണ്ട്. ആ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എതിർകക്ഷി അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാനുള്ള ആള് വേണമെങ്കിൽ ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ലീഗലി.